ഹലോ ഗൈസ്, മല്ലോട്ടേക്കാണ്. ഈ ന്യൂസ് കണ്ടില്ലേ? പണം അതായത് കോഴിക്കോട് വീട് വിട്ടിറങ്ങിയ 16 വയസ്സുകാരിന് ലഹരി നൽകി പീഡിപ്പിച്ചു. എന്നിട്ട് പണം നൽകി ബീച്ചിൽ ഇറക്കി വിട്ടു. കോഴിക്കോടാണ് സംഭവം. അപ്പം ചെയ്തതെന്നാണ് ഗുരുതര തെറ്റാണ്. ഓക്കെ, ഗുരുതരമായ ക്രൈമാണ് ചെയ്തത്. ഇത് കൂട്ടബലാത്സംഗത്തിനാണ് ഇത് കേസ് വരിക. ഓക്കെ, വേറെ ന്യൂസ് ഞാൻ കണ്ട 4000 രൂപ കൊടുത്തു എന്നിട്ട് ബീച്ചിൽ ഇറക്കി വിട്ടു എന്നാണ് കണ്ടത്. ഇതിന്റെ പക്ഷെ അപ്പോഴും എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇതാണ്, ഈ 16 വയസ്സുകാരിന് എന്താ പറയാ, മദ്യം നൽകി പീഡിപ്പിക്കാനുള്ള ഇത് അല്ലെങ്കിൽ ലഹരി കൊടുത്ത് പീഡിപ്പിക്കാനുള്ള അനുവാദം ഒന്നും ഒരാൾക്കില്ല. ഒരു 16 വയസ്സുകാർ വീട് വിട്ടിറങ്ങി, അല്ലെങ്കിൽ അമ്മയായിട്ടുള്ള പ്രശ്നമാണെന്നാണ് പറയണത്. വീട്ടിറങ്ങിയെന്ന് വെച്ചിട്ട് എന്തിനാണ് ഒരാളെ പീഡിപ്പിക്കാൻ നിൽക്കുന്നത്? അതൊരാൾക്ക് പീഡിപ്പിക്കാനുള്ള ലൈസൻസ് അല്ല. അറ്റ് ദ സെയിം ടൈം ഈ പാരൻസിനോട് പറയാനുള്ളത് കാര്യം ഇതാണ്, നിങ്ങളെ മക്കളെ എന്താണ് ഓരെന്ത് ചെയ്യുന്നു, എങ്ങോട്ട് പോകുന്നു, എപ്പോൾ വരുന്നു, എങ്ങനെ പോകുന്നു, ആരോട് കൂടെ പോകുന്നു, ആർക്ക് മെസ്സേജ്, എന്താണ് മെസ്സേജ്, എല്ലാം നോക്കണം. കണ്ടിരുന്നു കഴിഞ്ഞാൽ ഭാവിയിൽ നിങ്ങൾ പ്രശ്നങ്ങളായി കഴിഞ്ഞാൽ എന്താവും? മക്കൾ ഇതേപോലെ വീട് വിട്ടിറങ്ങും. അതിന്റെ പേരിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ നാട്ടിലുണ്ടാവും. കാരണം കേരളം എന്നുള്ളത് സൗദി അറേബ്യ എന്നല്ല. ഒരാളെ പീഡിപ്പിച്ച് കൊന്നു കഴിഞ്ഞാലൊക്കെ ഒരാളെ തല വെട്ടിക്കൊല്ലുന്ന സിസ്റ്റം ഒന്നല്ല. തല വെട്ടിക്കൊല്ലണ നിയമവും കാര്യങ്ങളൊന്നുമല്ല കേരളത്തിലുള്ളത്. പീഡിപ്പിച്ച് കഴിഞ്ഞാൽ ഓന് പൈസ ഉണ്ടെങ്കിൽ ഓന് ഈസി ആയിട്ട് ഊരിപ്പോരാ. ദിലീപിന്റെ കേസ് എന്താ അറിയാലോ, ദിലീപ് ഈസി ആയിട്ട് ഊരിപ്പോരാണ് ചെയ്ത്. ഓക്കെ, അപ്പം അതുകൊണ്ട് എന്താ പറയാ, എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ്, മക്കൾ എന്താണ് ചെയ്യണത് എന്നുള്ളത് എല്ലാവരും ഒന്ന് അന്വേഷിച്ച് വെക്കണത് നല്ലതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഓക്കെ, പിന്നെ അല്ല, ഈ പെൺകുട്ടീൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. ഒരാൾ ഫുഡ് കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേന് ഒരാളെ കൂടെ പോകേണ്ട ഒരാവശ്യമില്ല. വീട് വിട്ട് ഇറങ്ങി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നേരെ ചെല്ലേണ്ട പോലീസ് സ്റ്റേഷനിലേക്കാണ്. പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കാര്യം പറഞ്ഞാൽ ഓരോരു കൗൺസിലറെ ഏർപ്പാടാക്കും, അമ്മേനെ വിളിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? എന്താ പറയാ, അതിനായിട്ടുള്ള മെഷേഴ്സ് എടുക്കും. അതൊന്നും ചെയ്യാതെ എന്താ പറയാ, നേരെ ബീച്ചിലോട്ട് പോവുക. നേരെ വീട് വിട്ടിറങ്ങി എന്ത് ചെയ്തു? പോലീസ് സ്റ്റേഷനിലൊന്നും പോയിട്ട് ഒരു പരാതി ഒന്നും കൊടുക്കാനൊന്നുമില്ല. ഇത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല യുവതലമുറ. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ചാനൽ ഇഷ്ടമുള്ള സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളൊക്കെ അഭിപ്രായം എന്തായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണേ.